എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. മോര് ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന കുമ്പളങ്ങ കറിയുടെ അതേ സ്വാദോടുകൂടി തന്നെ മോര് ചേർക്കാതെ തയ്യാറാക്കിയെടുത്ത കുമ്പളങ്ങ കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. റെസിപ്പി എങ്ങനെയാണെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി കുമ്പളങ്ങ കൊണ്ട് മാത്രമല്ല വെള്ളരിക്ക കൊണ്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. മുഴുവനായിട്ട് എടുക്കുന്നില്ല. ഈ ഒരു കഷ്ണമാണ് ഇന്നത്തെ കറിയിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഞാൻ നല്ല പോലെ കഴുകിയെടുത്തുകൊണ്ട് വരാം. ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയാവാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. തീരെ അങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട. കുമ്പളങ്ങയാണ്, നമുക്ക് എളുപ്പം തന്നെ വെന്ത് കിട്ടും. ഈ ഒരു സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഈ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. അപ്പോൾ കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. കുമ്പളങ്ങ ഒന്ന് തിളച്ച് കഴിയുമ്പം കുറച്ച് വെള്ളം കുമ്പളങ്ങയിൽ നിന്നും ഇറങ്ങും. അതുകൊണ്ട് ഈ ഒരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കറിയിലേക്ക് മുളക് പൊടിയും ചേർക്കുന്നില്ല. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതുപോലത്തെയൊക്കെ കറികൾ തയ്യാറാക്കിയെടുക്കുമ്പം കഷ്ണം വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ഗുണമാണ്. അതുപോലെ തന്നെ കറിക്ക് നല്ല വാസനയും കിട്ടും. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തിളച്ച് കിട്ടും. ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുമ്പളങ്ങ ഇപ്പോൾ അധികം വെന്ത് കിട്ടിയിട്ടില്ല. ഒരു 4-5 മിനിറ്റിനുള്ളിൽ കുമ്പളങ്ങ നമുക്ക് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നാളികേരമാണ്. നാളികേരം ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക. നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ ഈ മാങ്ങയിട്ട് സാധാരണ കുമ്പളങ്ങയും മാങ്ങയും കറി വെക്കാറുണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റ് അല്ല. നാളികേരത്തിൻ്റെ കൂടെ ഈ മാങ്ങ ചേർത്തിട്ട് അരച്ച് നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പം ശരിക്കും മോരുകറിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ സ്വാദോടുകൂടെ കറിയാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് കുമ്പളങ്ങ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങ വെന്തങ്ങ് ഉടഞ്ഞു പോരുത് കേട്ടോ. കഷ്ണമായിട്ട് എടുക്കണം. നമ്മൾ സാധാരണ മോര് കറിയൊക്കെ തയ്യാറാക്കുമ്പം ഒരു കഷ്ണത്തോടു കൂടിയാണല്ലോ എടുക്കാറുള്ളത്. ആ രീതിയിൽ തന്നെ എടുക്കണം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. മാങ്ങയൊക്കെ നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പം മാങ്ങാക്കാലാണ്. മാങ്ങ കൊണ്ടുള്ള 1-2 വെറൈറ്റി വിഭവങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകിയ രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു കറി. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ല വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ മതി. അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് 4-5 മിനിറ്റ്. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് തീ നല്ല പോലെ കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ല പാകത്തിന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും. ഇനി ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ ചേർത്ത് കൊടുത്തത് ഉലുവയാണ്.
1/4 ടീസ്പൂൺ കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ അതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് സാധാരണ നമ്മൾ കടുക് വറുത്തിടുമല്ലോ, 3-4 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മോര് ചേർക്കാതെ തന്നെ മോര് കറിയുടെ അതേ സ്വാദോട് കൂടിയിട്ടുള്ള കുമ്പളങ്ങ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കണേ. ഈ കറിയുടെ സ്വാദ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്